കോഴിക്കോട് കാരുണ്യ ഫാർമസികളിൽ മരുന്ന് ക്ഷാമം എന്ന ന്യൂസ് മലയാളം വാർത്തയിൽ പ്രതികരിച്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പിട്ടിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനനുസരിച്ച് മരുന്ന് സപ്ലൈ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. അത് എത്തിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട്. കാര്യം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമാണ് ഫയൽ ഒപ്പിട്ടത്. അതനുസരിച്ച് മരുന്ന് സപ്ലൈ ചെയ്യും. 2 ദിവസം കൊണ്ട് തീർക്കും. സനിസ ശോഭ ചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ശുഭകരമായൊരു വാർത്തയാണല്ലോ അതെന്തായാലും സർക്കാർ മന്ത്രി അങ്ങനെ ഒരു ഗൗരവത്തിലെടുക്കുകയും അതിൽ നടപടികളിലേക്ക് പോയിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തല്ലോ അല്ലേ? അതേ സനീഷ്, ഈ കാരുണ്യ സ്റ്റോറുകളിൽ മരുന്നുകളും അതുപോലെ ഇൻസുലിൻ അടക്കമുള്ളവ ഇല്ലാത്ത ഒരു സാഹചര്യം നമ്മൾ ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് രോഗികൾ നേരിടുന്നത് എന്നതടക്കം നമ്മൾ സ്ക്രീനിലേക്ക് എത്തിച്ചിരുന്നു. നമ്മുടെ ന്യൂസ് മലയാളം കോഴിക്കോടിലെ പ്രതിനിധി ആകാശാണ് ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ മരുന്ന് സപ്ലൈ എത്രയും പെട്ടെന്നാക്കാമെന്ന ഒരു ഉറപ്പാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മുൻപേ തന്നെ ഈ ഒരു ഫയൽ നീങ്ങിയിട്ടുണ്ട്, മുഖ്യമന്ത്രി അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. എന്തായാലും 2 ദിവസത്തിനകം ഒരു പ്രശ്നപരിഹാരമാകും. ഉടനടി തന്നെ ഈ വാർത്തകൾ അടക്കം അറിഞ്ഞ ഒരു സാഹചര്യത്തിൽ, രോഗികളുടെ ബുദ്ധിമുട്ട് അടക്കം അറിഞ്ഞ സാഹചര്യത്തിൽ മരുന്ന് സപ്ലൈ എത്രയും വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്തായാലും 2 ദിവസത്തിനകം തന്നെ പരിഹാരമാകും. പെട്ടെന്ന് തന്നെ രോഗികൾക്ക് ആശ്വാസമാകുന്ന ഒരു വാർത്തയാണ് എത്തുന്നത്. ഈ പലരും, നിർധനരായ പലരും ഈ കാരുണ്യ സ്റ്റോറുകളെ ആശ്രയിക്കുന്നുണ്ട്. ഈ കാരുണ്യ സ്റ്റോറുകളിൽ മരുന്നുകളുടെ ക്ഷാമം വന്നാൽ അത് ഒരു വലിയ വിഭാഗത്തിനെയാണ് ബാധിക്കുക. അതിനൊരു നടപടി ഉണ്ടായിരിക്കുകയാണ്. ആശ്വാസമുള്ളൊരു വാർത്ത സനീഷ്.